എല്ലാവർക്കും കിർഗിസ്ഥാൻ വീഡിയോയിലോട്ട് സ്വാഗതം. സ്വിറ്റ്സർലൻഡ് ഓഫ് സെൻട്രൽ ഏഷ്യ എന്നാണ് കിർഗിസ്ഥാൻ അറിയപ്പെടുന്നത്. ഒരു ഹിഡൻ ജെം തന്നെയാണ് കിർഗിസ്ഥാൻ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ബിഷ്കാക്ക് എന്ന് പറയുന്ന അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. അവിടുത്തെ ഓഷ് മാർക്കറ്റും സ്ക്വയറും മോൾസും എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ആൻഡ് നമ്മൾ ഇന്ത്യൻസിന് ഇവിടെ ഈ വിസ എടുത്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ട ഒരു ഗൈഡിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് വിസ പ്രോസസ്സിങ് എല്ലാം ചെയ്തത്. ഇതാണ് ഓഷ് ബസാർ. ഈ ട്രിപ്പിൽ നമ്മൾ നമ്മുടെ 2 ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കഷ്ടപ്പെട്ടത് ഭാഷയുടെ കാര്യത്തിലായിരുന്നു. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കിർഗിസും റഷ്യനുമാണ്. ഇംഗ്ലീഷ് അങ്ങനെ അത്ര ഫെമിലിയർ അല്ല. കോളേജ് സ്റ്റുഡൻസിന് മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്നത്. ആൻഡ് അതാണെങ്കിൽ സിറ്റിയിൽ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ല. കൂടുതലും മൗണ്ടെയിൻസിലാണ് ഉള്ളത്. നമ്മളപ്പോൾ അവിടെ പോകുമ്പോഴേക്കും ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഗൈഡ് ഒരു മസ്റ്റാണ്. കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് അവിടുത്തെ ബ്രെഡാണ്. ഈ മാർക്കറ്റിൽ നമുക്ക് പുതിയതായിട്ടുള്ള കൗതുകം എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ ഫ്രാഗ്രൻറ്റ് ടീ എന്നുള്ളത്. ബെറി ടീ, സ്ട്രോബെറി ടീ, ലിച്ചി ടീ, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. നമ്മളൊരു കഫേ പോയപ്പോഴേക്കും നമ്മൾ പൈനാപ്പിൾ ലിച്ചി ടീ കുടിച്ചു. അന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തായിരുന്നു നമുക്കിത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കണം എന്നുള്ളത്. നമ്മളവിടെ ചെന്നപ്പോഴേക്കും കണ്ട ഉടനെ തന്നെ നമ്മളത് വാങ്ങിച്ചു. ഇവിടെ നിന്ന് ആട്ടോ ഞങ്ങൾ ഫ്രാഗ്രൻറ്റ് ടീ കുടിച്ചത്, പൈനാപ്പിൾ ലിച്ചി ടീ. ആൻഡ് ഇത് ആക്ച്വലി റെസ്റ്റോ ബാർ ആയിരുന്നു. ആൻഡ് ഇത് ഇവിടെ നിന്നുള്ള ബിഷ്കാക്ക് സിറ്റിയുടെ വ്യൂ ആണ്. ഇത് രാത്രി 8:30 മണിയാണ്. ഒരു 9-9:30 മണി കഴിയുമ്പോഴാണ് ഇരുട്ടി തുടങ്ങുക. അതുവരെ ഇങ്ങനെ സൂര്യൻ ഉണ്ടാവും, ഇത്രയും വെളിച്ചം അവിടെ ഉണ്ടാവും. അന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത് നവാദ് ഹോട്ടലിലായിരുന്നു കേട്ടോ. ഹലോ, നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നുണ്ട് നവാദ് ഹോട്ടലിൽ പോയി കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് നവാദ് ഹോട്ടലിൽ വന്നു. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഹോട്ടൽ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട്സ് സേതുവും മാമിയും. ഇവിടുത്തെ മിക്ക ഫുഡും ഹോസ് മിൽക്ക് വെച്ച് ഉണ്ടാക്കിയതാട്ടോ. ആൻഡ് ഇത് പ്ലോ എന്ന് പറയും. ഒരു മന്തിയുടെ കനിയനായിട്ട് വരും. ഇതിൽ കുറച്ചും കൂടി ക്യാരറ്റൊക്കെ ഇട്ടുള്ളൊരു ടേസ്റ്റാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യം സോങ്കുൾ എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആൻഡ് അതിന് മുന്നേ നമ്മൾ ബുറാന എന്ന് പറഞ്ഞൊരു ടവർ, ഒരു ഹിസ്റ്റോറിക്കൽ ടവറാണ്, അത് കാണാൻ പോയി. ആൻഡ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം, എന്നിട്ട് ഫോട്ടോസ് എടുക്കാം, നമുക്ക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ സോങ്കുൾ പോകുന്ന വഴി അവിടെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. ഇത് കിർഗിസ്ഥാൻ ചായയാണ്. ആ ബൗളിലുള്ളത് കുതിരപ്പാൽ വെച്ചുണ്ടാക്കിയ ക്രീമായിരുന്നു. ആൻഡ് അത് അവിടുത്തെ റൊട്ടിയാട്ടോ. ആ റൊട്ടി ക്രീമിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് മാതിരി തന്നെ ഇരിക്കും. ബട്ട് മുട്ടയൊക്കെ ഇട്ടിട്ടുള്ളതല്ല, പ്യുവർ മിൽക്ക് വെച്ച്, അതായത് ഹോസ് മിൽക്ക് വെച്ച് ഉണ്ടാക്കിയതാണ്. അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ സോങ്കുളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. ചുറ്റിനും ഫുൾ മൗണ്ടെയിൻസും പിന്നെ മഴക്കാരൊക്കെ വന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആലിപ്പഴമൊക്കെ പെയ്തായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ആലിപ്പഴമൊക്കെ കാണുന്നത്. നമ്മൾ ഫോണിലാണത് ഷൂട്ട് ചെയ്തത്, ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് വണ്ടിയൊക്കെ നിർത്തി അവിടെ ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. മഴക്കാരുള്ളതുകൊണ്ട് നമ്മൾ റെയിൻബോ ഒക്കെ കണ്ടായിരുന്നു. പിന്നെ കുറേ കുതിരകളൊക്കെ ഓടുന്നുണ്ടായിരുന്നു ഇതേ സൈഡിൽ കൂടി കാണുന്നത്. അങ്ങനെ നമ്മൾ സോൺകുൾ എത്തി. ഇതാണ് യേർട്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിയോ റേഞ്ചോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ പ്രകൃതി മാത്രം. നമ്മളിവിടെ വരുമ്പോൾ ഒക്ടോബർ മുമ്പേ തന്നെ വരാൻ ശ്രദ്ധിക്കണം. കാരണം ഒക്ടോബർ ആവുമ്പോൾ മഞ്ഞ് പെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ പ്രശ്നമൊന്നുകൊണ്ട് ഇതെല്ലാം അടച്ചിടും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോഴ്സ് റൈഡിങ് ആട്ടോ. നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന മല കണ്ടോ, ഒരു 2 to 3 hours മുഴുവൻ ആ മലയുടെ മുകളിൽ ഹോഴ്സ് റൈഡിങ് നമ്മൾ ചെയ്യുവേ, വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ ഈ കുതിരക്ക് കൂട്ടായിട്ടും കാവലായിട്ട് അൽസേഷ്യൻ പട്ടികളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അതേ ആ മുമ്പിൽ പോകുന്നത്. ഇതിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇസ്കുൾ ലേക്ക് ആയിരുന്നു കേട്ടോ. ആൻഡ് ഈ ഹോഴ്സ് റൈഡിങ്ങിന് ശേഷം നമുക്ക് അവരൊരു കിർഗിസ്ഥാൻ ഒതൻറ്റിക് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ഫെയർടെൽ കാനിയോൺസ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും പല കളറിലുള്ള റോക്ക് ഫോർമേഷനൊക്കെയാണ് ഇതിന് ഈ പേര് വരാൻ കാരണം. ആൻഡ് ഇതിൻ്റെ അടുത്തൊരു ടെമ്പിൾ ഉണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ സാൻഡ് ഒരു ഗ്രീൻ പേർപ്പിൾ കളറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാനിയൻസ് കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള കഫേയിൽ കയറി. അപ്പോഴാണ് ആ കാണുന്ന സ്കൂൾ ലേക്കിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു.
കാനിയൻസ് കണ്ടതിന് ശേഷം നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് ബർസ്കൂൺ വാലിയിലോട്ട് പോന്നു. ബർസ്കൂൺ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും എന്തോ ഒരു ഫെയറി ലാൻഡിലോട്ട് പോയ പോലെയാണ് തോന്നിയത്. ശരിക്കും സ്വർഗ്ഗമാണോ എന്ന് വരെ സംശയിച്ചു. അത്രയും അടിപൊളിയായിരുന്നു. ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ശരിക്കുമുള്ള സ്ഥലമാണോ എന്ന് വരെ സംശയം തോന്നിപ്പോയി. മസ്റ്റ് വിസിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ബർസ്കൂൺ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുതിരപ്പുറത്തും കയറി പോവാം, അല്ലാണ്ട് നടന്നും പോവാം. നടന്നു പോയാൽ നല്ല ടൈം എടുക്കും. ഇത് കുതിരപ്പുറത്തായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. ഇതാണ് വാട്ടർഫോൾ. വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം വേറെ സ്ഥലത്ത് കുറച്ചും കൂടി പോകണം. അത് കാണാൻ നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ ഇത് കണ്ടപ്പോഴേക്കും സൈഡിൽ നിർത്തിയതാണ്. പിന്നെ കുറച്ച് നേരം നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ബീച്ച്മാർക്ക് ആ സ്ഥലം കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ കാരക്കോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ നൈറ്റ് വി വിൽ റീച്ച് കാരക്കോൾ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 7 ബുൾസിലാണ്. ഇവിടെ നിന്ന് കാരക്കോളിലേക്ക് അറൗണ്ട് 15 minutes റൈഡ് ഉണ്ട്. സോ എൻജോയ് ദ വ്യൂ. ഈ മലക്ക് 7 ബുൾസ് പേര് വരാൻ റീസൺ ഉണ്ട്. ആ മല കാണുമ്പോൾ 7 ബുൾസിനെ പോലെ ഇരിക്കും. അതുകൊണ്ടാട്ടോ ആ പേര് വന്നേക്കുന്നത്. സോ നമ്മളിന്ന് അൽറ്റാൻ ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ പോകുന്നത് ദിസ് വൺ USSR മെയ്ഡ് 1970 മെയ്ഡ് USSR ട്രക്ക്. അങ്ങനെ നമ്മൾ ആൾട്ടിൻ അർഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മണിക്കൂറത്തെ ഓഫ് റോഡ് അഡ്വഞ്ചർ ആട്ടോ. ഓഫ് റോഡ് റൈഡിങ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഫുൾ കല്ലുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടി കുലുങ്ങി നമ്മളൊരു വശമായി. പക്ഷേ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരും തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഒറ്റയടിക്ക് നമ്മളങ്ങനെ പോവില്ല. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നീണ്ട 2 മണിക്കൂർ കുലുക്കത്തിന് ശേഷം നമ്മൾ ആൾട്ടിൻ അർഷൻ എത്തി. ആൻഡ് അവിടെ എത്തിയപ്പോഴാണ് ആ കുലുക്കമൊക്കെ വേർത്താണെന്ന് മനസ്സിലായത്. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ബർസ്കൂൺ വാലി തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടത്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷേ ഇതും അടിപൊളി തന്നെയാണ്. ഈ ആൾട്ടിൻ അർഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് വഴി. കുറച്ച് നേരിയ വഴിയാണ്, പക്ഷേ സേഫാണ്. ആൻഡ് സൈഡിൽ വാലിയും മൗണ്ടനും ഒക്കെ ഉണ്ട്. ശരിക്കും അത് കണ്ടപ്പോൾ ഈ കഥകളിലും കവിതകളിലൊക്കെ പ്രകൃതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് നേരിട്ട് കണ്ടൊരു പ്രതീതിയായിരുന്നു. അത്ര മനോഹരമായിരുന്നു. ഇതൊരു ഹോട്ട് സ്പ്രിംഗ് ആണ്. അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ആൾട്ടിൻ ആശ്രമത്തിൽ കുളിക്കാൻ പോണേന്. ഹോട്ട് സ്പ്രിംഗ് ആണ്. അപ്പോൾ ചെക്കൗട്ട് എത്തി. അങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിലെ കുളിയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇരിക്കുമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണ് ഹൈഡി എന്നുള്ളത്. കൊച്ചു ടി വിയിലെ ലില്ലി. അതിലുള്ള മലനിരകളും കുന്നുകളൊക്കെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ സ്ഥലമുണ്ടോ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് സാധിച്ച പോലെയാണ് എനിക്കന്ന് തോന്നിയത്. പിറ്റേ ദിവസം നമ്മൾ ഗ്രിഗോറി ഗോർജ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഈഗിൾ ഹണ്ടിങ്ങിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അൺഫോർച്ചുനേറ്റ്ലി മഴയൊക്കെ കാരണം അവിടുത്തെ റോഡ് ബ്ലോക്ക് ആയിരുന്നു. പോകുന്ന വഴിയാണ് നമ്മൾ കിർഗിസ്ഥാൻ വൈൻ വിൽക്കുന്നത് കണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ ഫ്രണ്ട് പറയും. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച വൈൻ. ഞങ്ങൾ ഒരുപാട് വൈൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക്ബെറി വൈനാണ്. അപ്പം നിങ്ങൾ കിർഗിസ്ഥാൻ വരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഈഗിളിൻ്റെ കയ്യിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് നമ്മുടെ കിർഗിസ്ഥാനിലെ അവസാനത്തെ ദിവസമായിരുന്നു. നമ്മൾ നേരെ ബിഷ്കാക്കിലോട്ട് പോയി. അവിടെയായിരുന്നു നമ്മുടെ തിരിച്ചുള്ള ഫ്ലൈറ്റ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഗൈഡിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബൈ.